കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിനെതിരെ വീണ്ടും പരാതി. പ്രസവത്തിനായി ആശുപത്രിയിലെത്തിയ യുവതിക്ക് കൃത്യസമയത്ത് ആവശ്യമായ ചികിത്സ നൽകിയില്ലെന്നാണ് ആരോപണം. ഇതിന്റെ ഭവിഷ്യത്തുകൾ ഇപ്പോഴും യുവതിയും കുഞ്ഞും അനുഭവിക്കുകയാണ്. ചികിത്സിച്ച ഡോക്ടർക്കെതിരെ നടപടിയെടുക്കണമെന്നും നഷ്ടപരിഹാര തുക നൽകണമെന്നുമാണ് ഇവരുടെ ആവശ്യം. പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ ഹർഷീന സമരം തുടരുന്നതിനിടെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിനെതിരെ ചികിത്സാ പിഴവ് ആരോപണവുമായി മറ്റൊരു യുവതി കൂടി രംഗത്തെത്തിയിരിക്കുന്നത്. 9ാം മാസം മുതൽ വലിയ രീതിയിലുള്ള ചികിത്സാ പിഴവാണ് ഡോക്ടർ സൂരജിൽ നിന്നും ഉണ്ടായതെന്നും കുഞ്ഞ് കൈലയിൽ കുടുങ്ങിയതായി സ്കാനിങ്ങിൽ കണ്ടെത്തിയിട്ടും ഡോക്ടർ അതിനെ ഗൗനിച്ചില്ലെന്നും മേപ്പയൂർ സ്വദേശിയായ അനുശ്രീ പറഞ്ഞു. 9ാം മാസത്തെ സ്കാനിങ്ങിൽ കുട്ടീൻ്റെ കയല ചൊറന്നതായിട്ട് കണ്ടിട്ട് ഞാൻ സാറിന് വീട്ടിൽ തന്നെ അന്ന് പോയി അഡ്മിറ്റ് ആവേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ട് സാറോട് പറഞ്ഞു. സാറ് പറഞ്ഞു അത് കുഴപ്പമില്ല, അതൊക്കെ സാധാരണമാണ്, അത് ഓട്ടോമാറ്റിക്കലി ഇതാവുമെന്ന് പറഞ്ഞ് ഞങ്ങളെ വിട്ടയച്ചു. അഡ്മിറ്റ് ആവണ്ട പറഞ്ഞു. തുടർന്ന് 2024 ജനുവരി 1-നാണ് യുവതിയെ പ്രസവത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. നിരന്തരം ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിട്ടും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന PG ഡോക്ടർ തിരിഞ്ഞു നോക്കിയില്ലെന്നും പലതവണ ബന്ധപ്പെട്ടപ്പോഴും മോശമായാണ് പെരുമാറിയതെന്നും അനുശ്രീ പറഞ്ഞു. ഇത്രയും പറഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് ഒന്ന് വന്ന് നോക്കിയെങ്കിൽ ഇത്രയും സിറ്റുവേഷനിൽ ഞങ്ങൾ എത്തൂല. എന്നിട്ട് ആരും വന്ന് നോക്കിയില്ല ആ ടൈമിനൊന്നും. എൻ്റെ കുഞ്ഞിൻ്റെ കൈ നീല നിറയപ്പോൾ ഡോക്ടറെ ഓടിവാന്ന് പറഞ്ഞ അമ്മ നിലവിളിച്ചിങ്ങനെ കരഞ്ഞുകൊണ്ട് അതിൽ കൂടി ഓടുക. അതാ ഞാൻ അവസാനം ആ ടൈമിന് കണ്ട്. പിന്നെ അമ്മ പറഞ്ഞിട്ടുള്ള അറിവാ. പിന്നെ കുറേ എവിടുന്നൊക്കെയോ ഡോക്ടേഴ്സ് ഓടി വരുന്നു. അതുവരെ കാണാത്ത ആൾക്കാർ എവിടുന്നൊക്കെ ഓടി വരുന്നു, എന്നെ വേറൊരു റൂമിലേക്ക് മാറ്റുന്നു. പ്രസവ സമയത്തുണ്ടായ അമിത രക്തസ്രാവം കാരണം ഗർഭപാത്രം എടുത്തു മാറ്റേണ്ടി വന്നു. ഇപ്പോൾ താനും കുഞ്ഞും ചികിത്സയിലാണ്. ഉത്തരവാദിത്തപ്പെട്ടവർ മതിയായ നഷ്ടപരിഹാരം നൽകണം. അതോടൊപ്പം ചികിത്സിച്ച ഡോക്ടർ സൂരജിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും അനുശ്രീ ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നേരത്തെ പരാതി നൽകിയിട്ടുണ്ട്. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകാനാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം. അമൃത ന്യൂസ്, കോഴിക്കോട്.